പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാര് പിണങ്ങാൻ സാധ്യതയുള്ള ഘട്ടങ്ങൾ, അല്ലെങ്കിൽ ഭാര്യമാർക്ക് പിണക്കം സംഭവിക്കുമ്പോൾ അവിടെ കാണിക്കേണ്ട മര്യാദകളും കൂടെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് വിശദീകരിക്കാൻ ഇനി സമയം കിട്ടും എന്ന് തോന്നുന്നില്ല, വിശദീകരിക്കുന്നില്ല. അതിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗം അത് മാത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. പടച്ചവനെ, ഞങ്ങളെ രണ്ടു ലോകത്തും നീ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, പിണങ്ങുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ, നിങ്ങളെ പെണ്ണ് നിങ്ങളോട് തെറ്റിയെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഫഇദൂഹുന്ന, പിണങ്ങിയാൽ ആ പെണ്ണിനെ നന്നാക്കാൻ ഒന്നാമത്തേത് സതുപദേശം. ഫഇദൂഹുന്ന, നേരത്തെ കേട്ടു അതിന്റെ ചെറിയ രൂപം. വഹ്ജുറൂഹുന്ന, നല്ല വാക്ക് പറഞ്ഞു കൊടുക്കുക. എന്നോട് പിണങ്ങിയാൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ ശാപം ഉണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കുക. നാളെ ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്, അതിന്റെ ഗൗരവമൊക്കെ പറയുന്നു. വയന്ന് പറഞ്ഞിട്ട് എന്നാ അതിൽ അങ്ങനെ ഒരു പടച്ചോനപ്പേടി ഈ പെണ്ണിനില്ല. എന്നാ പിന്നെന്താ കാട്ടുക? വഹ്ജുറൂഹുന്ന ഫിൽ മവാജിഅ്, മണിയറയിൽ അവരെ നിങ്ങൾ വെടിയുക, കിടപ്പറകളിൽ വെടിയുക. കിടപ്പറകളിൽ വെടിയുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥവും? അവരുമായിട്ട് ശാരീരിക ബന്ധം ഉപേക്ഷിക്കുക. രാത്രി കിടന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടെ പെരുമാറാതിരിക്കുക. വഹ്ജുറൂഹുന്ന ഫിൽ മവാജിഅ്, അല്ലാതെ അത് വീട്ടുകാരെല്ലാരും കൂടി അറിയിക്കണ്ട. അതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. വഹ്ജുറൂഹുന്ന ഫിൽ മവാജിഅ് എന്ന് പറഞ്ഞാൽ ചോറ് കഴിച്ചാൽ പള്ളിയിൽ പോയി കിടക്കണമെന്നൊന്നും അതിനർത്ഥമല്ല, അല്ലെങ്കിൽ വേറെ റൂമിൽ പോയി കിടക്കണമെന്നും അർത്ഥമല്ല. ഭാര്യ ആ ഭാര്യയോട് മിണ്ടാതെ കിടന്നാൽ അതാ വഹ്ജുറൂഹുന്ന ഫിൽ മവാജിഅ്. ഒറ്റ ബെഡിൽ തന്നെ കിടന്നാലും അങ്ങോ ഇങ്ങും തിരിഞ്ഞു കിടന്നാൽ ഇത് സാധ്യമാകും. വഹ്ജുറൂഹുന്ന ഫിൽ മവാജിഅ്. വദ്രിബൂഹുന്ന, അതിനും നന്നാകുന്ന മട്ടില്ല. കുറച്ചു കാലവും കൂടെ അങ്ങനെ കഴിഞ്ഞു കിട്ടിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന പെണ്ണാ. പിന്നെന്താ ചെയ്യാ? ഒരുവിധം പെണ്ണൊക്കെ ഇതിന് നന്നാവും. ഈ ഒരു ഘട്ടത്തിലും നന്നാവാൻ തയ്യാറില്ലെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, പഴയ കാലത്ത് ഇങ്ങനെ ഒരു ഉപ്പ പെണ്ണിനോട് തെറ്റി എന്നും പള്ളിക്ക് പോകും ചോറ് വെച്ചാൽ. അപ്പൊ കുറെ കാലം ഇങ്ങനെ പോയപ്പോ ഉമ്മ പറഞ്ഞത്രേ, കുട്ടികളെ ഞങ്ങളെ വാപ്പാക്കല്ല എന്നും ഈ മനസ്സ് കൊടുക്കട്ടെ എന്ന്. അങ്ങനെയുള്ള പെണ്ണുങ്ങളും ഉണ്ടാകും. അതുകൊണ്ടൊന്നും നന്നാവാത്തതും പാകപ്പെടാത്തതും. അതിനെന്താ മാർഗം? വദ്രിബൂഹുന്ന, അവരെ നിങ്ങൾ അടിക്കണം. വിശുദ്ധ ഖുർആൻ അടിക്കണം. എങ്ങനെ അടിക്കാം? തല്ലി ഓടിക്കരുത്. തല്ലി ഓടിക്കാൻ പാടില്ല, പ്രശ്നമാണ്. മുഹാജിറുകള്, മക്കത്ത് ജീവിച്ചിരുന്ന, മദീനയിലേക്ക് ഹിജ്റ വന്നിരുന്ന ആളുകള്, മക്കത്ത് അവിടെ പുരുഷ മേൽക്കോയ്മയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. എന്നാൽ മദീനത്ത് സ്ത്രീ മേൽക്കോയ്മയായിരുന്നു ഉണ്ടായിരുന്നത്. സ്ത്രീകൾക്കായിരുന്നു അധികാരം. അവര് മുഹാജിറുകൾ, ഹിജ്റ വന്ന പെണ്ണുങ്ങള്, മദീനത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം കണ്ടപ്പോ ഇവര് ഭർത്താക്കന്മാരോട് ധൈര്യമായിട്ട് സംസാരിക്കുന്നു. ഇവര് ഈ പേടിച്ചരണ്ട് നിൽക്കുന്ന സ്വഭാവമല്ല. ഇത് കണ്ടപ്പോ മുഹാജിർ പെണ്ണുങ്ങൾക്കും തോന്നി, നമുക്ക് ഒരു വിധമൊക്കെ പറഞ്ഞു നോക്കാം. അങ്ങനെയാണ് ഇവരുടെ ഭർത്താക്കന്മാരുടെ നേരെ തട്ടിക്കയറാൻ തുടങ്ങി. അപ്പോഴാണ് അടിയോടടി അടി കൊടുത്തു. എല്ലാരും കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. നബി തങ്ങൾ പറഞ്ഞു, 70-ലധികം പെണ്ണുങ്ങൾ ഇന്നലെ എന്റെ അടുത്ത് കേസ് പറഞ്ഞു വന്നു, നിങ്ങൾ തല്ലി ചതച്ചു. എന്താണിത്? അവിടെയാണ് നബി തങ്ങൾ ആ പരിഹസിച്ചത്. എങ്ങനെ പരിഹസിച്ചു? നേരത്തെ പറഞ്ഞു, ആരോഗ്യകരമായ ചില പരിഹാസങ്ങൾ. ആ പരിഹാസം നബി തങ്ങൾ നടത്തിയത് എന്തു വഷളത്തരായി ചെയ്യരുത്. എല്ലാം പറഞ്ഞ് വേദനിപ്പിക്കാനുള്ള അടിയാണ്. പൊട്ടരുത്, പൊളിയരുത്, മുഖത്തടിക്കരുത്, അതൊന്നും ചെയ്യരുത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെയാണ് വേണ്ടത്. അപ്പൊ അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പണി ഒരിക്കലും ചെയ്യരുത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പ്രത്യേകം പറയുന്നുണ്ട്, ഫിഖ്ഹിലെ മസ്അല പറയുന്നു, കഴിയുന്നതും ഈ പണിക്ക് എത്തിക്കരുത്. ഇത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വഷളാകും. അതിനകത്ത് ഒന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ വില പോകും. അപ്പോ അടിക്കാതെ അടി കിട്ടുമോന്ന് തോന്നി തന്നെ കഴിയണം. ഫൈനതഅനകും, ഇതിലേതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ നിങ്ങൾക്ക് അനുസരിച്ച് കഴിഞ്ഞാൽ ഫലാ തബൂ അലൈഹിന്ന സബീല, ഇനിയും അവരെ പീഡിപ്പിക്കാൻ നിങ്ങൾ പഴുതുകൾ അന്വേഷിക്കരുത്. ഫലാ തബൂ അലൈഹിന്ന സബീല, ഈ മുറകൾ ഏതെങ്കിലും ഒന്ന് ഫിറ്റായാൽ പിന്നെന്ത് ചെയ്ത് അടുത്ത മുറയിലേക്ക് നീങ്ങരുത്. വയലറിഞ്ഞാൽ തന്നെ നന്നാണ്. പെണ്ണിന് ഒരിക്കലും കിടപ്പറയിൽ വർദ്ധിക്കേണ്ട ആവശ്യമില്ല, ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. കിടപ്പറ വിരോധി ഉപേക്ഷിച്ചാൽ നന്നാവുന്ന പെണ്ണിനെ തല്ലേണ്ട ആവശ്യമില്ല.
ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഈ മൂന്നും കഴിഞ്ഞിട്ട് നന്നായ പെണ്ണാണെങ്കിൽ അപ്പോഴും അവളെ ഏറ്റെടുക്കാം, വീണ്ടും അവളുടെ മേൽ പഴുതന്വേഷിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓതി നമ്മളെ കേൾപ്പിച്ചു. എന്നാൽ ഇതെപ്പോഴാണ്? ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളിലാണ്. വല്ലാത്തി തഖാഫൂന നുശൂസകുന്ന, പിണക്കം ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ, അവർ പിണങ്ങുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ, അങ്ങനെയാ പറഞ്ഞത്. ഇതൊക്കെ സൗന്ദര്യപ്പിണക്കത്തിനേ പറ്റുള്ളൂ. ഈ വയലുറച്ചിലും ഈ കിടപ്പറ വെടിയലും ഈ ചെറിയ ഒരു അടിക്കും നന്നാക്കാൻ പറ്റുക എന്ന് പറഞ്ഞത്, ചെറിയൊരു ശിക്ഷക്കൊക്കെ നന്നാക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് സൗന്ദര്യപ്പിണക്കങ്ങൾക്കേ പറ്റുള്ളൂ. അതേസമയം ഇയാൾ എന്ത് ചെയ്തിരിക്കുക? 10 കൊല്ലം മുമ്പ് കിട്ടാനുള്ള എന്നോ പറഞ്ഞു വെച്ച ഒരു 2 പവന് ബാക്കി കിട്ടാണ്ട് എന്ന് പറഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞ് ഇയാൾക്ക് വേണ്ടി ജീവിച്ച് ഇയാളെ കുട്ടികളെയും പ്രസവിച്ച് അതൊക്കെ നോക്കി പോറ്റി വളർത്തിയ പെണ്ണിനെ മൂലയിലിട്ട് ചവിട്ടി കയ്യും കാലും ഒക്കെ ഒടിച്ച് വീട്ടിൽ കൊണ്ടേയാക്കിയതാണ്. ഇനി ഇവിടെ നന്നാക്കാൻ എന്താ മാർഗം? ശക്തമായ പിളർപ്പിലേക്കെത്തി. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നിന്ന് സൗന്ദര്യപ്പിണക്കം എന്നത് വിട്ട് അതൊരു വലിയ പിളർപ്പായിട്ട് മാറി. ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലെത്തിയാൽ ശക്തമായ എതിർപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് നിങ്ങൾ കണ്ടാൽ, ഭാര്യയും ഭർത്താവും ശക്തമായ പിണക്കത്തിലാണ്, ഇനി ഒരിക്കലും യോജിക്കൂല എന്ന് കണ്ടാൽ ഫബ്അസൂ, കുടുംബക്കാരോട് പറയുന്നു. ഭാര്യ ആണിന്റെയും പെണ്ണിന്റെയും കുടുംബത്തോടാ പറയുന്നത്. ഫബ്അസൂ ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ, അവന്റെ കുടുംബത്തിൽ നിന്നൊരു മധ്യസ്ഥനെയും അവളുടെ കുടുംബത്തിൽ നിന്നൊരു മധ്യസ്ഥനെയും പറഞ്ഞേക്കട്ടെ. എന്നിട്ട് ആ മധ്യസ്ഥന്മാര് കൂടിയിരുന്നിട്ട് കാര്യങ്ങൾ പരിഹരിക്കട്ടെ, ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ, വിഷയങ്ങൾക്ക് പരിഹാരം കാണണം. ഈ യുരീദ ഇസ്ലാഹൻ, ആ 2 മധ്യസ്ഥന്മാര് സാമർത്ഥ്യത്തോടുകൂടെ അവർ വേണമെന്ന് വിചാരിച്ചിട്ട് ഇവരെ നന്നാക്കണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ യുവഫ്യഖില്ലാഹു ബൈനഹുമാ, ഒട്ടീസിനുള്ള മധ്യസ്ഥത്തിന് വന്നാ പോരാ. മനസ്സറിഞ്ഞിട്ട് ഈ ആണിനും പെണ്ണിനും നന്നാക്കണമെന്ന് ആണിന്റെ കുടുംബത്തിലെ മധ്യസ്ഥനും പെണ്ണിന്റെ കുടുംബത്തിലെ മധ്യസ്ഥനും തീരുമാനിച്ചാൽ യുവഫ്യഖില്ലാഹു ബൈനഹുമാ, അല്ലാഹു മസ്ലഹത്തിന് തൗഫീഖ് നൽകും. ഖുർആൻ പറയുന്നു. വേണമെന്ന് വെച്ചാൽ നടക്കും. ഇത് വരുമ്പോ തന്നെ നീ അത് പരസ്പരം കൂട്ടിമുട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിടുന്നേനെ. അപ്പൊ ഒരാളെ പറ്റിക്കുന്ന മനസ്സിലാക്കുക, അത് നടക്കൂല. 2 ആളും ആത്മാർത്ഥമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ ഈ ബന്ധം, ഒരാണും പെണ്ണും പെട്ടെന്ന് പിരിയരുത്. അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി ത്വലാഖ്, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത് ത്വലാഖാണ്. ഇഷ്ടം പോലെ കെട്ടുക, തീർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദവ്വാഖീങ്ങളെ ശപിച്ചു. ദവ്വാഖീങ്ങൾ, ടേസ്റ്റ് നോക്കുന്നവരെ റസൂലുള്ളാഹി ശപിച്ചു. പുതിയ പുതിയ പെണ്ണുങ്ങളുടെ മധുര അറിയുക, ടേസ്റ്റ് നോക്കുക, തലാക്കില്ല, വേറെന്ന് കെട്ടുക, അത് 4 ദിവസം കൊണ്ട് നടന്ന് അതും തലാക്കില്ല. ഈ വേല റസൂലുള്ളാഹി തങ്ങൾ അതിനെ നബി വിശേഷിപ്പിച്ചത് ദവ്വാഖീൻ എന്നാണ്. ടേസ്റ്റ് നോക്കുന്നവർ, രുചി നോക്കുന്നവർ. സയ്യിദുനാ റസൂലുള്ളാഹി അവരൊരിക്കലും അവരുടെ ജീവിത പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്നവരല്ല, അവർ ടേസ്റ്റ് ആസ്വദിക്കാൻ വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്നവരാണ്. അപ്പൊ ഏതാവട്ടെ, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്, അതിലേക്ക് വരുത്തി തീർക്കരുത്. മധ്യസ്ഥന്മാർ കരുതിയാൽ നടക്കും. ആ മധ്യസ്ഥന്മാർ ഇവരുടെ കുടുംബത്തിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും അവരും പരാജയപ്പെടുന്ന ഘട്ടത്തില് 2 നാട്ടിലെയും നാട്ടുമൂപ്പന്മാർ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ പറഞ്ഞു നന്നാക്കാൻ പറ്റുമെങ്കിൽ അവർക്കൊക്കെ ഇത് ബാധകമാണ് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഏതായാലും 1ാമത്തെ ഘട്ടം അതാണ്. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പെണ്ണിന്റെ പിണക്കം തീർക്കാൻ നോക്കണം. ഇതൊക്കെയാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഭർത്താവാകാൻ ആവശ്യം.